കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ ഒരു തിരുമേനി നടന്നു പോകുന്നത് കണ്ടത്. ഭയങ്കര ആശ്ചര്യം തോന്നി. ഒരു ഗ്രൂപ്പിലും ആരും സ്റ്റാറ്റസ് ഇട്ടും ഞാൻ ഒന്നും കണ്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് നോക്കിയപ്പോഴാണ് ഈ ഒരു ബിഷപ്പ് ഞാൻ നടന്നു പോകുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. അപ്പോൾ എനിക്ക് ഈ തിരുമേനിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ തിരുമേനിയുടെ കുറേ വീഡിയോസ് എല്ലാവരുടെ അടുത്തും ചോദിച്ചു കളക്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ഈ ഒരു തിരുമേനി 310 കിലോമീറ്ററാണ് നടന്നത് പരുമലപ്പള്ളി വരെ. കോഴിക്കോട് ജില്ലയിലെ ഒരു മൈക്കാവ് വലിയ പള്ളിയിൽ നിന്നാണ് ഈ ഒരു തിരുമേനിയും സംഘവും പദയാത്ര ആരംഭിച്ചത്. ഭയങ്കര ആശ്ചര്യമാണ് തോന്നിയത്, കൂടെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കളക്ട് ചെയ്ത് ഇടാൻ തന്നെ വിചാരിച്ചത്. കാരണം ഒരു തിരുമേനി ഇത്രയും നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. അത്രയും അനുഗ്രഹം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്രയും ദൂരം നടക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഓർത്തഡോക്സ് സഭയിലെ മലബാർ ഭദ്രാസനത്തിലെ അഭിമന്യ ഗീവർഗീസ് മാർ പക്കോമീസ് ബിഷപ്പാണ്. ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരു തിരുമേനി അത്രയും ദൂരം ആ സംഘത്തോടൊപ്പം കടയിലും തിണ്ണയിലും റോഡരികിലും വിശ്രമിച്ചും ഇരുന്നും നടന്ന് 310 കിലോമീറ്ററോളം കാൽനടയായി പരുമലപ്പള്ളിയിൽ പോകുന്നത് അത് ഭയങ്കര സന്തോഷം, ഒരു ആശ്ചര്യമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ തിരുമേനി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു പാവ മനുഷ്യനായിട്ട് തന്നെ തോന്നി. ബട്ട് ഈ ഒരു തിരുമേനി ഇത്രയും നടന്നപ്പോൾ ഞാൻ ഈ തിരുമേനിയുടെ ഫാനായി മാറി. കൂടാതെ ഈ തിരുമേനിയുടെ കൂടെ നടന്ന 3-4 പേർക്കാണെങ്കിൽ വഴിതെറ്റിപ്പോയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒരു നായക്കുട്ടി 14 കിലോമീറ്ററോളം അവരുടെ കൂടെ നടന്ന് പോയിരുന്നു എന്നാണ് കേട്ടത്. ഞാനും പരുമലപ്പള്ളിയിൽ നടന്നു പോയപ്പോൾ പരുമല തിരുമേനിയുടെ അടുത്തും ഈ പക്കോമിയോസ് തിരുമേനിയുടെ കാണാനുമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പരുമല തിരുമേനിയെ കണ്ടതിന് ശേഷം ഞാൻ ഓടിച്ചെന്നത് ഈ ബിഷപ്പിന് ഒരു കൈ കൊടുക്കാൻ തന്നെയായിരുന്നു. പരുമല തിരുമേനിക്ക് ശേഷം കാലം ചെയ്ത രണ്ട് ബാബ തിരുമേനിമാരെ എനിക്കിഷ്ടമായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം ഒരു തിരുമേനിയോട് ബഹുമാനവും ഇഷ്ടമൊക്കെ തോന്നുന്നത് ഈ ഒരു പക്കോമീസ് തിരുമേനിയോടാണ്.